ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ബഹുമാനമുള്ള ശ്രോതാക്കളെ, മനുഷ്യർ എല്ലാവരും വെറുക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് നിന്ദ്യത, നിസ്സാരത, കുറവാക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് വിപരീതമായിട്ടുള്ളതാണ് അംഗീകാരം, ആദരവ്, സ്ഥാനമാനങ്ങൾ. എവിടെ ചെന്നാലും അവനൊക്കെ സ്ഥാനം, അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത നിന്ദ്യമാക്കുക അല്ലെങ്കിൽ അവനെ കുറവാക്കുക, അവനെ നിസ്സാരപ്പെടുത്തുക എന്നതിൽ നിന്നും രക്ഷപ്പെടുവാൻ, അത് ഉണ്ടാകാതിരിക്കാൻ മനുഷ്യർ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് ചില മനുഷ്യർ അവർ നിസ്സാരപ്പെടുത്തുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്കിടയിൽ അവർ നിന്ദ്യമായി കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ മോഡേണായിട്ട്, അല്ലെങ്കിൽ അത് ഒരു ആധുനികമാണ് എന്ന് കരുതി അതിനെ അവർക്ക് ഒരു വിഷയമല്ലാത്ത രീതിയിൽ അവർ അത് ചെയ്യുന്നു. അതിൽ അവർക്കുണ്ടാകുന്ന നിന്ദ്യതയോ നിസ്സാരതയോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അത് നിന്ദ്യതയല്ല, അതാണ് അവർക്ക് മോഡേൺ അന്തസ്സ് എന്ന് അവർ കരുതുന്നവരാണ് ഇന്ന് ചില ആളുകൾ. എന്നിരുന്നാൽ തന്നെയും മനുഷ്യർ മൊത്തത്തിൽ പൊതുവെ നിന്ദ്യമാക്കുക, അവരെ കുറവാക്കുക, നിസ്സാരപ്പെടുത്തുക എന്നത് ആഗ്രഹിക്കാത്തവരാണ്. അതിപ്പോൾ നിറത്തിൻ്റെ പേരിലായാലും, സമ്പത്തിൻ്റെ പേരിലായാലും, അതല്ല മറ്റ് സ്ഥാനമാനങ്ങളുടെ പേരിലായാലും, അറിവിൻ്റെ പേരിലായാലും. കാരണം മനുഷ്യൻ ഇതെല്ലാം നേടിയതുകൊണ്ട് അവൻ വിചാരിക്കുന്നത് അവനക്കുള്ള നിസ്സാരതയും കുറവാക്കലും ഒക്കെ മാറി അവനക്കത് ഉണ്ടാവില്ല എന്നാണ്. അല്ല, അതൊക്കെ ഏത് സമയത്തും വിവിധ കാര്യങ്ങളെല്ലാം തന്നെ, സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും ഉണ്ടാകാം, വിവിധ അധികാരങ്ങളോ സമ്പത്തോ സൗന്ദര്യങ്ങളോ മറ്റ് എന്ത് നേട്ടങ്ങളുണ്ടെങ്കിലും ശരി, മനുഷ്യനക്ക് നിന്ദ്യത എന്നത് ജീവിതത്തിൽ ഏത് സമയവും കടന്നു വരുന്ന ഒന്നാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എങ്ങനെയാണ് എന്നാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഉടമസ്ഥനായ റബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടല്ലാതെ അത് സാധ്യവുമല്ല. മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും അവനക്ക് ചേരാവുന്ന ഏത് സമയത്തും വന്നു ചേരാവുന്ന ഒരു കാര്യമാണ് നിന്ദ്യത എന്നത്. ഈ ഒരു പ്രശ്നം കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന മനോവേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതാണ്. അത് ചെറിയ കാര്യവുമല്ല. അവനിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾ കാരണമോ, മറ്റു പോരായ്മകൾ കാരണമോ, കുറ്റം കുറവുകൾ, മറ്റു തെറ്റുകുറ്റങ്ങൾ കാരണമോ, എന്ത് പ്രശ്നങ്ങളുടെ പേരിലായാലും ശരി, അവനെ അങ്ങനെ നിസ്സാരപ്പെടുത്തരുത്, മനുഷ്യനെ കുറവാക്കരുത്, അല്ലെങ്കിൽ ആരും തന്നെ നിന്ദ്യമാക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. പൊതുവിൽ അവർക്കുള്ള നിന്ദ്യത മാറുവാൻ അല്ലെങ്കിൽ നിസ്സാരത മാറുവാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവൻ കാഴ്ചവെക്കാറുണ്ട്. സമ്പത്ത് കൊണ്ട് അവൻ പല അധിനിവേശം തന്നെ നടത്തുന്ന രീതി, പല രീതിയിലുള്ള കാഴ്ചകൾ അവൻ കാഴ്ചവെക്കാറുണ്ട്, അവനക്ക് അതിൻ്റെതായ ഒരു അംഗീകാരം കിട്ടുവാൻ വേണ്ടി. നിറത്തിൻ്റെ പേരിലായാലും, സമ്പത്തിൻ്റെ പേരിലായാലും, അല്ല വിദ്യാഭ്യാസത്തിൻ്റെ, അറിവിൻ്റെ, സ്ഥാനമാനങ്ങളുടെയൊക്കെ പേരിലായാലും തന്നെ മനുഷ്യർ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അവർക്ക് നിന്ദ്യത ഉണ്ടാകാൻ പാടില്ല, നിസ്സാരത ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്ക് പല കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടാറുണ്ട്. പല പ്രകടനങ്ങളും അവർ കാഴ്ചവെക്കാറുമുണ്ട്. ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാകും, ഇവയൊന്നിൻ്റെയും പേരിൽ മാത്രമല്ല മനുഷ്യനക്ക് നിസ്സാരത വരിക അല്ലെങ്കിൽ അംഗീകാരം ഉണ്ടാകുക എന്ന് മനസ്സിലാകും. സമ്പത്തുണ്ടെങ്കിലും ശരി, അതല്ല സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും ശരി, മറ്റധികാരങ്ങളുണ്ടെങ്കിലും ശരി, സൗന്ദര്യങ്ങളുണ്ടെങ്കിലും ശരി, മറ്റ് എന്ത് മനുഷ്യനക്ക് മേന്മയാകുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, നിന്ദ്യത അവനക്ക് വന്നു ചേരാം. നിന്ദ്യതയുടെയും നിസ്സാരതയുടെയും മാനക്കേടുകളുടെയും മാനഹാനിയുടെയൊക്കെ പേരിൽ, മനുഷ്യനൊക്കെയുണ്ടാകുന്ന കുറവുകളുടെ പേരിൽ, അല്ലെങ്കിൽ ഈ എവിടെ ചെന്നാലും എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും എവിടെയായാലും അവനെ നിസ്സാരപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക, കുറവാക്കുക, നിസ്സാരമാക്കുക, ആക്ഷേപിക്കുക, മാനഹാനി ഉണ്ടാക്കുക, ഇങ്ങനെ ഇതിൻ്റെ പേരിലൊക്കെ ധാരാളം മനുഷ്യർ സ്ട്രെസ്സ്, ടെൻഷൻ, മനോവേദന, മനോവിഷമം അനുഭവിക്കുന്നവരുണ്ട്. ധാരാളം പേർ, അത് കുടുംബത്തിലായാലും സാമൂഹികമായിട്ടാണെങ്കിലും ഒക്കെ, വ്യക്തിപരമായിട്ടാണെങ്കിലും ഒക്കെ അതിൻ്റെ പേരിൽ ധാരാളം വേദന അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഒരു പരിഹാരമായിട്ട് തന്നെ, ഈ കാര്യങ്ങൾ ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ഒരു പരിഹാരമായിട്ടാണ് നാം ഇന്നൊരു കാര്യം പറയുവാൻ പോകുന്നത്. ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ നാമങ്ങളിൽ നിന്ന്, അസ്മാഉൽ ഹുസ്നയിൽ നിന്നുമുള്ള ഒരു പരിശുദ്ധ നാമത്തെ പറ്റിയാണ്. ഇവിടെ ഇതിന് സമ്പത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ കുലമഹിമയുടെയോ സാമൂഹിക ബന്ധത്തിൻ്റെയോ മറ്റധികാരത്തിൻ്റെയോ ഒന്നിൻ്റെയും തന്നെ ആവശ്യം ഇവിടെ വരുന്നില്ല.
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിത്യമാക്കി കൊണ്ടുവന്നാൽ തന്നെ അവനക്ക് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവനക്ക് നേരിടേണ്ടി വരുന്ന ആ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആ ഒരു നിസാരത, നിന്ദ്യത കുറവാക്കുക, അതിൽ നിന്ന് അവനക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്, രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ്. ആ പരിശുദ്ധമായ നാമം ഏതാണെന്നല്ലേ? ആ അത്ഭുത മന്ത്രം യാ അസീസു യാ അള്ളാഹ് എന്ന തിരുനാമം എന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ തിരുനാമമാണ് അത്ഭുത മന്ത്രം. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ തന്നെ അവനക്ക് വിവിധ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ അള്ളാഹു തആല സഹായിക്കുന്നതാണ്. ശ്രോതാക്കളെ, ഇതുപോലുള്ള ധാരാളം നല്ല നല്ല ജീവിതത്തിൽ ആവശ്യമായി വരുന്ന അറിവുകൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.